ബേസിക് കോമ്പണൻസ് ഓഫ് ECS എന്ന് കൊടുക്കും. ആദ്യത്തെ ഫിഗർ. രണ്ടാമത്തെ കണ്ടീഷൻസ് ഓഫ് റെഫ്രിജറന്റ്. ഈ ഫസ്റ്റ് ഫിഗർ കുഴപ്പമില്ല, ആ കളറുള്ള. അതും സെക്കൻഡ് ഒന്നും കുഴപ്പമില്ല. അതല്ല ആദ്യം ഒന്നും ഉണ്ടായിരുന്നല്ലോ, രണ്ട് കളർസ് ആയിട്ടുള്ള. ഫസ്റ്റ് അതല്ല മോനെ, അതാ ഈ ഹീറ്റ് എക്സ്ചേഞ്ചറിനെ കാണിച്ചേക്കുന്നുണ്ടല്ലോ, അതായാലും കുഴപ്പമില്ല. അതിന്റെ താഴെ റൈറ്റിൽ അതെ ദാറ്റ് വൺ. അത് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിലുള്ള ഫിഗർ എടുക്കാം. ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഫിഗർ എടുക്കാം, കുഴപ്പമില്ല. രണ്ടെണ്ണം വെക്കേണ്ട, ഒരെണ്ണം വെച്ചാൽ മതി. ഇതല്ല ഇപ്പോൾ എടുത്തല്ല, താഴെ കാണിച്ച ദാറ്റ് കളർ ദാറ്റ് വൺ. രണ്ടെണ്ണം വേണ്ട, ഒരെണ്ണം എടുക്കും. റൈറ്റ് സൈഡിലുള്ള ഫിഗർ എടുക്കും. ഇതൊക്കെയാണോ? ഹലോ സർ, ഈ ഫിഗർ ഓക്കെ ആണോ? പറഞ്ഞു തുടങ്ങാൻ എല്ലാം ആയോ? ഒരു 40 എത്ര 50 ആയോ? ആ ഫിഗർ മാത്രം ഒന്ന് സൂം ചെയ്തു. ബാക്കി ഒന്നും കാണണമെന്നില്ല. ഫിഗർ മാത്രം ഒന്ന് കറക്റ്റ് ആയിട്ട് വലുതാക്കിയോ. ഓക്കെ ഇത്തിരി ഓക്കെ. ഇച്ചിരി കൂടെ റൈറ്റ്. രണ്ടും കൂടെ കാണട്ടെ. കുറച്ചും കൂടെ ചെറുതാക്കിയോ. ഓക്കെ. അല്ലെങ്കിൽ ആ കോമ്പണൻസ് വരുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ നമ്മള് ഡിസ്കസ് ചെയ്തോണ്ടിരുന്നത് എന്തായിരുന്നു? ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ ലാബിൽ എവിടെ കൊണ്ട് കാണിച്ചു? വാട്ട് ഹാപ്പൻഡ് ഇൻ ദ ലാബ് ലാസ്റ്റ് വീക്ക്? പറഞ്ഞോളൂ, ആരെങ്കിലും റിപ്ലൈ ചെയ്യും. ഹലോ, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ച് അതിനുശേഷം പറയുന്നുണ്ടോ? ഹലോ, ഇപ്പൊ കേൾക്കാം, പറഞ്ഞു. സാറേ, ഈവൻ ബാച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഇൻഡസ്ട്രിയൽ റെഫ്രിജറേഷന്റെ ലാബിൽ പോയി റെഫ്രിജറേഷന്റെ കുറച്ച് ബേസിക്സ് കാണിച്ച്, എന്നിട്ട് ക്രയോജനിക്സിന്റെ അവിടെ ഒന്ന് കാണിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്നു. ഓക്കെ. മറ്റേ ബാച്ച്, ബാക്കി ബാച്ച് ഡ്രോയിങ്ങിൽ പോയോ? ബാക്കി ബാച്ച് എന്ത് ചെയ്തു?
ഹോട്ട് ബാച്ച് മറ്റേ റിപ്പീറ്റ് ചെയ്യാൻ പോയി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം നിങ്ങൾ മൊത്തത്തിൽ നമ്മൾ ഈ ക്ലാസ് നോക്കില്ല. അപ്പം ദോസ് ഗോൺ ടു പി ജി ലാബ് ഹാഡ് ജസ്റ്റ് സീൻ ദ കോമ്പണൻസ് അല്ലേ? കോമ്പണൻസ് ഒക്കെ ജസ്റ്റ് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. എങ്കിലും നമ്മൾ വി ക്യാൻ ബീങ് ദാറ്റ് ഫസ്റ്റ് മോഡൽ ഇസ് HVAC എന്ന് പറയുമ്പോഴത്തേക്ക് ഹീറ്റിംഗ് വെന്റിലേറ്റിംഗ് ആൻഡ് എയർ കണ്ടീഷനിങ് എന്നുള്ളതാണ് അല്ലേ? അപ്പൊ അതിനകത്ത് നമുക്ക് ബേസിക് ആയിട്ട് വരുന്ന വെദർ ഇറ്റ് ഇസ് എ സ്മോളർ സിസ്റ്റം വേർ ഇറ്റ്സ് എ ബിഗർ സിസ്റ്റം വേർ ഇറ്റ്സ് എ സെൻട്രലൈസ് സിസ്റ്റം വാട്ട് എവർ ഇറ്റ് ഈസ് എവറിഥിങ് ഈസ് coming under these, everything has this basic components. What are the basic components in an air conditioner or a vapor compression system? നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ അതല്ലോ? റെസ്പോണ്ട് ചെയ്യണേ ആരെങ്കിലും ഒക്കെ. പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഹലോ, കേൾക്കുന്നില്ലേ? യെസ് സാർ, പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെസ്പോണ്ട് ചെയ്യാരെങ്കിലും ഒക്കെ. എല്ലാവരും ക്ലാസ്സിലുള്ളതല്ലേ? ഓക്കെ, അപ്പൊ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ യു ഹാവ് ദി ഏതൊക്കെയാണ് കോമ്പണൻസ്? വാട്ട് ആർ ദി കോമ്പണൻസ്? പാർത്ഥിവ് അല്ലേ റെപ്പ്? യെസ് സാർ. ഓക്കെ, കംപ്രസർ, ഞാൻ നമ്പേഴ്സ് വിളിക്കാം. അതൊന്ന് ആബ്സെന്റ് ഒന്ന് മാറി നിൽക്കണം. നമ്പർ 1. Sir, 1%. 1%. What are the components in a system? What are the components in what are the basic components in a vapor compression system? Number 2. Sir, percent. പ്രസന്റ് പറഞ്ഞോ, കോമൺസ് പറഞ്ഞോ എന്തൊക്കെയാണ്? Number 3. Absent. 3 is absent. Note. Parthiv, please note. Number 4. 4 ഉണ്ട്. എന്തൊക്കെയാ കോമ്പണൻസ് ഉണ്ടോ? കോമ്പണൻസ് വല്ലതും ഉണ്ടോ? What are the components in a vapor compression system? 4 under 5. Number 5. 6. 7. ആരാ 6? അതിൽ പേരെന്താണ്? അല്ലേ, നമ്പർ എത്ര? 6. ഇത്ര 7 വിളിച്ചിട്ട് പിന്നെ 6 വിളിക്കാത്ത എന്താ? ഓക്കെ. വാട്ട് ആർ ദ കോമ്പണൻസ് എന്ന് പറഞ്ഞേ. നമ്പർ 8. സാറേ 7% ആണ്. 7% കോമ്പണൻസ് എന്താണ്? വാട്ട് ആർ ദ കോമ്പണൻസ് ഇൻ എ വേപ്പർ കംപ്രഷൻ സിസ്റ്റം? ഇതൊന്നും നിങ്ങൾ അവിടെ പോയി ലാബിൽ പോയി കണ്ട ആൾക്കാരല്ലേ? നമ്പർ 7 കണ്ടില്ല. നമ്പർ 8 ഉണ്ടോ? സാർ ഏതൊക്കെ കോമ്പണൻസ് നിങ്ങൾ അവിടെ കണ്ടത്? നമ്മൾ റെവറ്റ് സോഫ്റ്റ്വെയർ അങ്ങോട്ടാ പോയി സാർ. നിങ്ങളുടെ റെവിറ്റ് സോഫ്റ്റ്വെയർ ആണ്. ഈവൻ ബാച്ച് മറ്റേതെന്ന് പറഞ്ഞു, PG ലാബ് എന്ന് പറഞ്ഞു. നമ്പർ 10. സാർ അങ്ങനല്ല, 1 തൊട്ട് 37 വരെ റിവിറ്റിനും അത് കഴിഞ്ഞുള്ള അങ്ങനെ പറ. റോളിംഗ്. അങ്ങനെ പറ. ഓക്കെ അങ്ങനെ പറ. ഓക്കെ. നമ്പർ 8 ഉണ്ടോ? സാർ 8%. നമ്പർ 9. 9%, sir. നമ്പർ 10. 10%. ഓക്കെ. നമ്പർ 38. 30 is absent. 39 ആണോ? ഏതൊക്കെ കോമ്പൗണ്ട്സ് ആണ് അവിടെ നിങ്ങൾ PG ലാബിൽ കണ്ടത്? കണ്ടൻസർ, കംപ്രസർ. വേറൊന്നും കണ്ടില്ല. 40. എന്തൊക്കെയാണ് കണ്ടത്? എന്തൊക്കെ കോമ്പൗണ്ട്സ് ആണ് കണ്ടതെന്ന് പറഞ്ഞേ. ഇല്ല സാർ, ഞാൻ ആബ്സെന്റ് ആയിരുന്നു ദിവസം. ഓക്കെ, ഗുഡ്. 41. 42. 43. 43 സാർ. 43 എന്തൊക്കെ കണ്ടത്? സാർ ലാസ്റ്റ് ക്ലാസ്സിലുണ്ടായില്ല. അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. 43 ലാസ്റ്റ് ലാബിൽ പോയില്ല. ലാബിന്റെ കാര്യം ചോദിച്ചത്. 43. ഓക്കെ. 44. Yes, sir. എന്തൊക്കെ കണ്ടു? You had been to the lab? No, sir, I was absent, but I think evaporator compressor, that is. Evaporator and compressor. 45. 45%, sir. 46. 45 പറഞ്ഞില്ലല്ലോ, പറഞ്ഞേ. Present, sir. എന്തൊക്കെയാന്ന് പറഞ്ഞ കോമൺസ് പറ. പ്രസന്റ് ഒക്കെ പിന്നെ പറയാം. കോമൺസ് പറ. കംപ്രസർ, പിന്നെ കണ്ടൻസർ പറഞ്ഞു, എസിന്റെ എയർ കണ്ടീഷനിങ്ങിന്റെ, പിന്നെ ലിക്വിഡ് നൈട്രജൻ പ്ലാന്റ് കൊണ്ടുപോയി. അതല്ല, കോമ്പണൻസ് ഏതൊക്കെയാന്ന് പറഞ്ഞാൽ അതിന്റെ അടുത്ത്. കോമ്പണൻസ് ഓഫ് എ വേപ്പർ കംപ്രഷൻ സിസ്റ്റം ഏതൊക്കെയാന്ന് പറ. 46. അത് അറിഞ്ഞൂടോ, പിന്നെ തന്നെ ലാബിൽ പോയത്. 46 is absent. 47. വിളിക്കാതെ പെട്ടെന്ന് പറഞ്ഞോ. എന്തൊക്കെയാ കോമ്പണൻസ്? 47. 48. 47 പറഞ്ഞില്ലല്ലോ. 47.
49 ഇത് പറഞ്ഞോളാം, ആൻസർ പറയൂ. 48. കണ്ടൻസർ, പിന്നെ ഇവാപ്പറേറ്റർ, കംപ്രസർ. 48 sir. ആ എന്തൊക്കെയാ പറഞ്ഞേ? Condenser, compressor, evaporator, expansion 49. Yes, sir, 49. What is the use of compressor? Number Sir, 50. air pressure compress ചെയ്യാൻ വേണ്ടിയിട്ടാണ് കംപ്രസ് യൂസ് ചെയ്യുന്നത്. എന്തിന്റെ പ്രഷർ, എയർ പ്രഷർ എയർ പ്രഷർ എന്ത് ചെയ്യാൻ? കംപ്രസ് ചെയ്യാൻ. എയർ പ്രഷർ ആണ് കംപ്രസ് ചെയ്യുന്നത്. 51. Your number is 50 ആരായിരുന്നു? 51 നവിയ. 50 എത്രയായിരുന്നു? 50യുടെ പേരെന്തുവാ? 50. നമ്പർ 50 ഉണ്ടോ? 49. സർ 50 നീരത്. 50 ഉണ്ടോ? 50 is absent. 51. 51 sir. ആ പറഞ്ഞേ, കംപ്രസറിന്റെ ഫംഗ്ഷൻ എന്താ? വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് എ കംപ്രസർ? സാർ എയർ പ്രഷർ കംപ്രസ് ചെയ്യാൻ, എയർ കംപ്രസ് ചെയ്യാനായിട്ട്. എയർ കംപ്രസ് ചെയ്യാനായിട്ടാണ് കംപ്രസർ ഉപയോഗിക്കുന്നത്. വേറെ എന്തെങ്കിലും കംപ്രസ് ചെയ്യാൻ പറ്റത്തില്ലേ? അല്ല Why you are worrying about air or 51? ലാബ് ആബ്സെന്റ് ആയാലും കംപ്രസറിന്റെ കാര്യം പറഞ്ഞൂടെ? എന്താന്ന് 51? എല്ലാം 51. ഞാൻ 52. 52. 52. ആ പറഞ്ഞേ, വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് എ കംപ്രസർ? അത് ഗ്യാസിന്റെ പ്രഷർ കൂട്ടിയിട്ട് വോളി റെഡ്യൂസ് ചെയ്യാനായിട്ട്. ഗ്യാസിന്റെ പ്രഷർ കൂട്ടിയിട്ട് വോളിയം റെഡ്യൂസ് ചെയ്യാനായിട്ട്. എനിവേ യു ആർ ഗോയിങ് ടു ഇൻക്രീസ് ദി പ്രഷർ, അല്ലേ? Compressor is used to whether it's air or whether it is some other fluid or whether it is gas or whatever it is. So you are going to increase the pressure. അതാണ് compressor. അതെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞൂടെ? You are going to increase the pressure. That is the function of a compressor. 53. അതൊന്ന് പറഞ്ഞേ, കംപ്രസറിന്റെ ഫംഗ്ഷൻ എന്താന്ന് പറഞ്ഞേ? പ്രഷർ കൂട്ടാൻ, പ്രഷർ വോളിയം റെഡ്യൂസ് ചെയ്തിട്ട് പ്രഷർ കൂട്ടാനുണ്ട്. 50. Your number is 50? 53. 54. 54. What is the next component? Next component, condenser. Your number is 54. Yes, sir. 55. Yes, sir. പറഞ്ഞേ, what is the Sir. function of a condenser? സർ കണ്ടൻസർ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഹീറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ Okay. Oh, good. Your number is 50? 55. 56. സാർ എന്താണ് അടുത്ത കോമ്പണന്റ്? ഏതാണ്? എക്സ്പാൻഷൻ വാൽവ്. എക്സ്പാൻഷൻ. 57. 57. എക്സ്പാൻഷനിലെ ഫംഗ്ഷൻ എന്താണ്? എക്സ്പാൻഷനിലെ ഡ്യൂട്ടി എന്താണ്? 58. 59. 58% sir. പ്രസന്റ് പറയുന്നത് 58. Mic off sir. മൈക്ക് ഓൺ ആക്കി വെക്കണ്ടേ? 58. Sorry. അപ്പം പറഞ്ഞേ, വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ആൻ എക്സ്പാൻഷൻ വാൽവ്? Expansion valve 59. high pressure side നിന്ന് low pressure side ക്ക് നമ്മുടെ ഗ്യാസ് മൂവ് ചെയ്യാനല്ലേ? അപ്പം സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി, യു ആർ ഗോയിങ് ടു എക്സ്പാൻഡ് ഫ്രം എ ഹൈ പ്രഷർ ടു എ low pressure low side. But pressure. that is the function of 59. You are 59. 58 sir. 59. 60. Yes, sir. 60. That is the function of a Sir, once, sir. Eh? കേട്ടില്ലായിരുന്നു സാർ. അത് കേൾക്കാത്ത എന്ത്? ഒന്നും അറ്റൻസ് വേണ്ടല്ലോ. അല്ല, ഞാൻ ഇപ്പൊ കറക്റ്റായിട്ട് ഒന്നുകൂടെ കയറി വന്നുള്ളൂ നെറ്റ്വർക്ക്. കറക്റ്റായിട്ട് നെറ്റായിട്ട് കയറി ഒന്ന് സമ്മതിച്ചു. അപ്പൊ അപ്പോഴത്തേക്ക് കോമ്പണൻസ് എന്തൊക്കെയാന്ന് പറഞ്ഞേ? എന്താ സാർ? വേപ്പർ കമ്പർഷൻ സിസ്റ്റത്തിന്റെ കോമ്പണൻസ് എന്തൊക്കെയാന്ന് പറഞ്ഞേ? ഫോർ കമ്പൾഷൻ കംപ്രസർ ഉണ്ട്. പെട്ടെന്ന് പറ. 61. 61. ഹലോ. പറഞ്ഞോ. എക്സ്പാൻഡ് ചാനലിന്റെ ഫംഗ്ഷൻ എന്താ? അപ്പം
ലിക്വിഡ് പ്രഷറിന്റെ പ്രഷർ കുറയ്ക്കും. അതായത് എക്സ്പാൻഷൻ വാൽവ് ഈസ് യൂസ് ടു ഇൻക്രീസ് ദ പ്രഷർ, decrease the pressure from a high pressure side to the low pressure side, so that the refrigerant or the gas or whatever it is getting expanded to a lower pressure. Then 62, Sir, 62. 63, Sir, 62 ഉണ്ട്. 63. Present, sir. 62%. പറഞ്ഞോ, what is the next component? Sir, 62% ആണ്. അല്ലെന്ന് പറഞ്ഞില്ലല്ലോ ചോദ്യം. ചോദ്യം എന്തോ? 63, 63. Present. What is the next component? പ്രസന്റാണ്ടലി പറയുന്നത് 63. What is the next component? Condenser. കണ്ടൻസറിൽ ഇപ്പം പറഞ്ഞുകൊണ്ടിരുന്നത് എന്തുകൊടോ? കണ്ടൻസർ പറഞ്ഞു, എക്സ്പെൻഷൻ ആയാലും പറഞ്ഞു. അടുത്ത എന്താണ് കോമ്പണന്റ്? 64, Sir, evaporator. 64, 64 ആണോ? അതെ. എന്താ അടുത്ത കോമ്പണന്റ് ഏതാ? Evaporator. ഇവാപറേറ്റർ. 65. യെസ് സർ. പറഞ്ഞു. വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ഇവാപറേറ്റർ? ഇവോപ്പറേറ്റർ തണുപ്പ് പുറത്തോട്ട് ഇടും, അതായത് റെഫ്രിജറന്റ് ഹീറ്റ് അബ്സോർബ് ചെയ്യും. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എന്താ സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് എ ഹീറ്റ് എക്സ്ചേഞ്ചർ. നമ്പർ ഈസ് 5. 65, 66, 66, 67. അപ്പം വേറെ ഏതെങ്കിലും കോമ്പണൻസ് ഉണ്ടോ? ഇവാപറേറ്റർ, കംപ്രസർ, കണ്ടൻസർ, എക്സ്പാൻഷൻ വാൽവ് അല്ലേ? യുവർ നമ്പർ 60. അതെ. 60, 68, 68. Sir. അപ്പൊ എങ്ങനെയായിരിക്കും ഈ കോമ്പണൻസ് വെച്ചിട്ട് എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത്? അറിയാവോ? അവിടെ പോയി കണ്ടില്ലേ? ലാബിൽ പോയി കണ്ടില്ലേ? ലാബിൽ പോയി കണ്ടതാണോ? PG ലാബില് 68 പോയോ? കണക്ഷൻ പോയോ? 69. യെസ് സർ. പറഞ്ഞേ കൃഷി. സർ ലാബിൽ പോയി കണ്ടായിരുന്നോ? ഇല്ല സർ, ഞാൻ അത് എനിക്ക് ഇത് ലാബിൽ പോയി വയ്യായിരുന്നു. 70. യെസ് സർ. 70 എന്ന് പറഞ്ഞു. ലാബിൽ പോയോ? ലാബിൽ പോയി. അപ്പൊ എന്താ കണ്ടെന്ന് പറഞ്ഞേ, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞേ. 71. ഹോട്ട് എയർ. 71. Sir. ലാബിൽ പോയായിരുന്നോ നീ? ലാബിൽ പോയി കണ്ട കാര്യം എന്ന് പറഞ്ഞേ, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞേ. ഹീറ്റ് അബ്സോർബ് ചെയ്യും. കേട്ടില്ല. ഇവാപറേറ്റ് ഹീറ്റ് അബ്സോർബ് ചെയ്യും. കംപ്രസർ പ്രഷറൈസ് ചെയ്താണ്ട് ടെമ്പറേച്ചർ കൂട്ടും. കണ്ടൻസർ എക്സസ് ഹീറ്റിനെ പുറത്തുള്ളൂ. എല്ലാം കൂടെ ചേർന്ന് വർക്കിംഗ് എന്ന് പറഞ്ഞേ. നമ്പർ 71. യെസ്. എല്ലാം കൂടെ ചേർന്ന് വർക്കിംഗ് എന്ന് പറഞ്ഞേ. എങ്ങനെയാണ്, ഹൗ ദാറ്റ് സിസ്റ്റം ആൻഡ് ഹൗ ദാറ്റ് കോമ്പണൻസ് ഈസ് വർക്കിംഗ്. 72. ലാസ്റ്റ് നമ്പർ എത്ര? 74. 72 ഉണ്ടോ? 72. ഉണ്ട് സാർ. ഒന്ന് പറഞ്ഞേ. വർക്കിംഗ്. ലാബിൽ പോയായിരുന്നോ? ഹലോ, ലാബിൽ പോയോ? ലാബിൽ അറ്റൻഡ് ചെയ്തായിരുന്നോ? കഴിഞ്ഞ ലാബിൽ പോയിട്ടില്ല സാർ. പോയിട്ടില്ല. നല്ല കാര്യം. 73. യെസ് സാർ. ഒന്ന് പറഞ്ഞേ. ഇയാൾ ലാബിൽ പോയോ? പോയായിരുന്നു. ഒന്ന് പറഞ്ഞേ എന്തൊക്കെ വർക്കിംഗ് ഒന്ന് പറഞ്ഞേ. അതിന്റെ കംപ്രസറിൽ ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ ഗ്യാസ് വരും. അതിന് ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ ഗ്യാസ് ആയിട്ട് പമ്പ് ചെയ്യും. കണ്ടൻസറിൽ പോയി കണ്ടൻസറിൽ ആയിട്ട് വരുന്ന ഹീറ്റ് പോകും. ഹീറ്റ് പോയി പ്രഷറൈസ്ഡ് ഗ്യാസ് ഇങ്ങനെ വന്ന് എക്സ്പാൻഷൻ വാല്യൂ പോയിന്റ് പ്രഷർ റെഡ്യൂസ് ആവും. ഓക്കെ. നമ്പർ 73. 73. 74 ഉണ്ടോ? 74 ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞ എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന്. ലാബിൽ പോയില്ലെങ്കിൽ ഇത്രയും കേട്ടത് പറയാൻ പറ്റണമല്ലോ. ലാബിൽ പോയാലും പറയാൻ പറ്റുന്നില്ല. ഓക്കെ. എനിവേ, അപ്പം ബാക്കിയെല്ലാം ശ്രദ്ധിച്ചോ. അപ്പം ഫ്രം 37 to 74 the absentees are 38, 41, 42,
50, 59 and 66. ഓക്കെ, ബാക്കിയുള്ളവരുടെ കാര്യം പിന്നെ പറയാം. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് വേപ്പർ കംപ്രഷൻ സിസ്റ്റം. വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിന്റെ ബേസിക് ആയിട്ടുള്ള കോമ്പണൻസ് എന്ന് പറയുന്നത് യു ഹാവ് ദി കംപ്രസർ, യു ഹാവ് ദി ഇവാപറേറ്റർ, യു ഹാവ് ദി എക്സ്പാൻഷൻ വാൽവ് ആൻഡ് യു ഹാവ് ദി കണ്ടൻസർ. അപ്പം കണ്ടൻസർ ആൻഡ് ഇവാപറേറ്റർ ആർ സിംപ്ലി ടു എന്താണ് സിംപ്ലി ടു എന്താണ് സംഭവം? കണ്ടൻസർ ഇവാപറേറ്റർ എന്താണ്? കേൾക്കുന്നില്ലയോ? എക്സ്ചേഞ്ചർ. Two heat exchangers which are exchanging heat between two heat exchanger. What do you mean heat exchanger? Number 11. Number 11. Sir, What do you mean heat exchanger? sir, a component that changes heat between two liquids or Between two fluids. അപ്പോൾ അതാണ് ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുന്നത്. അപ്പം കണ്ടൻസർ ആൻഡ് ഇവാപറേറ്റർ ആർ ടു heat exchangers which is going to exchange heat between two fluids. Number 12. What are the two fluids which are coming in a condenser? What are the two fluids which are coming in a condenser? In the system, in our system. Number 13. Yes, sir. 13. Yes. What are the two fluids? Hot fluid, cold fluid. ഹോട്ട് ഫ്ലൂയിഡ് കൂൾ ഫ്ലൂയിഡ് നമുക്കറിയാമല്ലോ. ഇതിനകത്ത് നമ്മുടെ സിസ്റ്റത്തിനകത്ത് വരുന്ന ഫ്ലൂയിഡ് ഏതൊക്കെയാ? വാട്ട് ഇസ് എ ഹോട്ട് ഫ്ലൂയിഡ് ആൻഡ് വാട്ട് ഇസ് എ കോൾഡ് ഫ്ലൂയിഡ്? Refrigerant air. റെഫ്രിജറന്റ് എയർ അല്ലല്ലോ. റെഫ്രിജറന്റ് എന്ന് പറയാം. റെഫ്രിജറന്റ് എയർ ഇസ് നോട്ട് എ റെഫ്രിജറന്റ്. റെഫ്രിജറന്റ് ആൻഡ് ദെൻ Compressed air and heated air. കംപ്രസ്ഡ് എയർ ആൻഡ് മറ്റേ എയർ ആണോടാ? ഓക്കെ, എനിവേ യുവർ നമ്പർ ഈസ് 13. അപ്പം കംപ്രസ്ഡ് എയർ ആൻഡ് നോർമൽ എയർ അല്ല. നോർമൽ എയർ ഈസ് ദെയർ ഇൻ ദ കണ്ടൻസർ ജസ്റ്റ് ടു കണ്ടൻസ്. അപ്പം ദ ഫംഗ്ഷൻ ഓഫ് ദി കംപ്രസർ ഈസ് ടു increase the pressure from the low pressure to the high pressure, and then from there the working fluid is going to evidana ponathu. The working fluid is moving to the ആ പടം നോക്കിയിട്ടെങ്കിലും പറഞ്ഞോടോ. ആ പടം ശരിയല്ലേ? Expansion wall. It is going to the from the compressor. The refrigerant is going to which component? കണ്ടൻസർ. Condenser. It is going to the going to the condenser. Going to the condenser. From where? What is happening in the condenser? What is happening in the condenser? In the condenser, it is exchanging heat between. Exchanging heat between number 14. Number 14. Absent ആണോ? 15. Sir. ഏതൊക്കെയാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്? Number 16. പറഞ്ഞോ. ഏതൊക്കെയാണ് ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്? Number 17. 18. 18. Yes, sir. ഫിഗർ നോക്കിയിട്ടൊന്ന് പറഞ്ഞേ. ഏതൊക്കെ തമ്മിലാണ് ഹീറ്റ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞേ? High pressure, high temperature, vapor. നിങ്ങൾ തെറ്റാണെങ്കിലും കറക്റ്റ് ആണെങ്കിലും പറയുന്നതെന്നുള്ളൂ. പറയടോ, സ്പീക്ക് ഔട്ട് പ്ലീസ്. High pressure, high temperature. ടെമ്പറേച്ചറിന്റെ ബാക്കി പറ. ഹൈ പ്രഷർ, ഹൈ ടെമ്പറേച്ചർ ഞാൻ കേട്ടോ. ബാക്കി പറ. അതൊരു സാധനമായി. അതും പിന്നെ ആരുമായിട്ടാ ചെയ്യുന്നത്? Surrounding medium, cooling. സറൗണ്ടിങ് Cooling medium. സറൗണ്ടിങ് കൂളിംഗ് മീഡിയം. അത്രയെങ്കിലും പറഞ്ഞു. നമ്പർ 17. 18. 18. അപ്പം കണ്ടൻസറിനകത്ത് ഫിഗർ നോക്കി കഴിഞ്ഞാൽ ഫ്രം ദ കംപ്രസർ that high pressure, high temperature vapor is coming to enter the condenser, where what is happening? It is going to exchange heat between the refrigerant which is coming and the ambient air. അപ്പോൾ അതാണ്
റൈറ്റ് സൈഡിൽ കാണുന്ന ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. കണ്ടോ? മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? Okay. From the compressor, that hot refrigerant is coming. Then it is entering the condenser. When the condenser, it is exchanging heat with the ambient air which is coming through the fan, so that that air will get number 18. Yes, sir. 19, number 19. Yes, sir. What happens to the air which is there in the condenser? It is coming through the fan. What happens to the air? The air becomes cold. Air becomes cooled. Air becomes hot. And the refrigerant which become cold. From the compressor, that refrigerant is coming, and hot refrigerant you can see in the diagram in the top. അപ്പോൾ അതിനകത്ത് റെഫ്രിജറന്റ് വന്ന് എങ്ങോട്ടാ പോകുന്നത്? കണ്ടൻസറിലോട്ടാണ് വരുന്നത്. അപ്പൊ കണ്ടൻസറിലോട്ട് വരുമ്പോഴത്തേക്ക് വാട്ട് ഈസ് ഹാപ്പനിങ്? ഇറ്റ് ഈസ് ഗെറ്റിംഗ് കണ്ടൻസ്. ഇറ്റ് ഈസ് ഗെറ്റിംഗ് കണ്ടൻസ്, ഓർ യു ആർ ഗോയിങ് ടു റെഡ്യൂസ് ദി ടെമ്പറേച്ചർ ഓഫ് ദി കണ്ടൻസർ ഓർ ദി റെഫ്രിജറന്റ്. അപ്പം ആംബിയന്റ് എയർ നിങ്ങളെ ഫിഗർ കാണുന്നില്ലേ? എല്ലാവരും ഷെയർ ചെയ്തിട്ട് കാണുന്നില്ലേ? ഫിഗർ കാണാൻ പറ്റുന്നില്ലേ? ഫിഗർ കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ട്. അപ്പൊ ഫാനിൽ കൂടെ ആംബിയന്റ് എയർ വരും. ആംബിയന്റ് എയർ കണ്ടൻസറിന്റെ മേളിൽ ബ്ലോ ചെയ്യും. ബ്ലോ ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും? അതിന്റെ ടെമ്പറേച്ചർ കൂടും. അതാണ് വാം എയർ ടു ഔട്ട് സൈഡ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പം ഈ ഹോട്ട് റെഫ്രിജറന്റ് കണ്ടൻസർ കൂടെ പാസ് ചെയ്ത് താഴോട്ട് വരുമ്പോഴത്തേക്ക് എന്തോ സംഭവിക്കും? ഇറ്റ് ബിക്കംസ് വാം. ഹോട്ടും വാമും എന്ന് പറയുമ്പോഴത്തേക്ക് ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് അത് ലോ ടെമ്പറേച്ചർ ലിക്വിഡ് ആയിട്ട്, അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ലിക്വിഡ് ആയിട്ട് അത് കൺവേർട്ട് ചെയ്യും. മേളിൽ എൻട്രി ചെയ്തിരുന്നത്, അതായത് 1ൽ എൻട്രി ചെയ്തിരുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഹോട്ട് റെഫ്രിജറന്റ് മീൻസ് ഇറ്റ് ഈസ് ഇൻ വേപ്പർ ഫോം. ദ ഹൈ ടെമ്പറേച്ചർ വേപ്പർ ഈസ് കമ്മിങ് ആൻഡ് എൻട്രിങ് ഇൻ ടു ദി കണ്ടൻസർ ഇൻലെറ്റ്. And due to condensation or exchanging between the ambient air and the refrigerant, that liquid that gets converted to high temperature liquids at the exit of the number 19. Number 19. Yes, sir. 19 question ചോദിച്ചാണോ നേരത്തെ? ചോദിച്ചു. number 20 is absent. 21 is absent. 22 is also absent. 23. Yes, sir. 23 at the exit of the ഞാൻ പറഞ്ഞ കേട്ടില്ലായിരുന്നു നേരത്തെ? കേട്ടു സാർ. at the exit of എവിടെ നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്നത്? നീ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായി. at the exit of the condenser. At the exit of the condenser. That means from the compressor what is coming? 24. Hot fluid or hot vapor is coming from the exit of the compressor at high pressure and temperature. That is going to be condensed, or that is going to be reducing the temperature and gets converted to liquid due to condensation or due to passing of the air. The air gets heated and the refrigerant in the vapor form gets converted to high temperature liquid and exits the condenser. മനസ്സിലായല്ലോ? അതുവരെ മനസ്സിലായല്ലോ? Then 25. What is the next component which is coming there? Expansion valve. What is the function of the expansion valve? Expand the fluid. Expand the fluid. That means it is expanding that high temperature liquid is expanding to a lower pressure at the exit of the expansion valve. In the entry, it is high temperature liquid, and you're going to expand it to a lower pressure, means it is going to expand and it is going to get converted to vapor and liquid vapor mixture, so that it will expand to a lower pressure. അതാണ് എന്ത് സംഭവം? അതായത് കോമ്പണന്റ് സംഭവിക്കുന്നത് നമ്പർ 25. Sir. Which component is happening? The expansion process is taking place in the Expansion valve. Then where it is going to enter? Then Next. it is going to Evaporator. That means what is the condition of the refrigerant at the entry of the evaporator? It is cold. It is liquid vapor mixture, or it is simply pure
liquid at the temperature, liquid at lower temperature, liquid at lower temperature. That is entering where 25, 26, Sir, 26. It is entering where? evaporator. It is entering into the evaporator. Then 27, 27. Yes, sir. What is happening in the evaporator? What do you mean evaporator? Evaporate ചെയ്തു പോവാ. ഞാൻ നേരത്തെ പറഞ്ഞു, what do you mean by evaporator and condenser? What are those two components? Evaporator എന്ന് പറയുമ്പോ ആവിയായിട്ട് പോകും. Heat exchanger. Evaporator ആവിയായിട്ട് എന്തോ പോട്ടെ. It is an heat exchanger. Evaporator and condenser are two heat exchangers. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ evaporator and condenser are two heat exchangers where it is exchanging heat. അപ്പം the refrigerant at which condition is entering into the evaporator? The low temperature liquid refrigerant is entering into the evaporator. And what happens in the evaporator? It is going to exchange heat between which one? Between ആർക്കെങ്കിലും പറയാമോ? Between ആരാണ് ആ refrigerant ഹീറ്റ് എന്തുമായിട്ടാണ് എക്സ്ചേഞ്ച് ചെയ്യാൻ പോകുന്നത്? Air. Air. Which air? Which air? Ambient air. Ambient air അല്ല. The space to be conditioned. നമ്മളൊരു റൂമിലാണ് എയർ കണ്ടീഷണർ വെക്കുന്നതെങ്കിൽ അത്രയും ഏരിയയിലുള്ള എയർ അല്ല. ആംബിയന്റ് എയർ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള എയർ നമുക്ക് കുളിയാൻ പറ്റത്തില്ലല്ലോ ഓപ്പൺ എൻവയോൺമെന്റിൽ. അപ്പം യു ആർ ഗോയിങ് ടു കണ്ടീഷൻ ദി എയർ വിച്ച് ഈസ് ദെയർ ഇൻ ദാറ്റ് പർട്ടിക്കുലർ റൂം. അപ്പം ദ ഇവാപറേറ്റർ കോമ്പണന്റ് ഈസ് ഇൻസൈഡ് the room and you are going to condition or you are going to cool the air, and then it gets blowed, that cold air will get blowed into the room from where it is taking the heat. എയറിന്റെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കത്തില്ലേ? അത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ആരാണ് കരിയാണ് പോകുന്നത്? എങ്ങനെയാണ് കണ്ടീഷൻഡ് എയർ കിട്ടുന്നത്? പറഞ്ഞോ. How that conditioned air is getting? You are getting the conditioned air. എങ്ങനെയാണ് കിട്ടുന്നത്? ഇവാപറേറ്ററിൽ കണ്ടീഷൻഡ് എയർ കിട്ടുന്ന എവിടെ നിന്നാണ്? റെഫ്രിജറന്റ് ഹീറ്റ് അബ്സോർബ്. റെഫ്രിജറന്റ് ഹീറ്റഡ് അപ്പ് ആവും. റെഫ്രിജറന്റ് ലിക്വിഡ് സ്റ്റേറ്റിൽ ലോ ടെമ്പറേച്ചർ ഇരിക്കുന്ന റെഫ്രിജറന്റ് ആണ് ഈ ഹീറ്റിനെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നത്. അപ്പൊ അതാണ് ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് എയർ. നമ്മളെ റൂമിലെ എയറുമായിട്ട് ഈ റെഫ്രിജറന്റ് ഇന്ററാക്ഷൻ നടക്കും, ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കും. അപ്പൊ സോ that air will get cooled, the entering air in the room will get cooled and you get chilled air or cold air. And the refrigerant, what happens to the refrigerant? It is going to evaporate. It is going to convert it from the liquid to vapor by absorbing the heat, and it is entering that low temperature vapor is entering in the next component. What is the next component? 28. What is the next component? What is the next component? From evaporator, where it is coming? From evaporator, where it is going? Karthik, പറഞ്ഞോ. ആരെങ്കിലും പറയൂ. From evaporator, where it is going to? Compressor. Compressor. പറഞ്ഞേക്കടേ, ഇത്രയായിട്ട് സംസാരിപ്പിക്കുന്നതിനാ? ബ്ലോക്ക് ഡയഗ്രാം നോക്കി അറിഞ്ഞൂടെ? ഡയഗ്രാം കാണാൻ പറ്റുന്നില്ലേ? ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുക. അപ്പൊ അത് പറയണ്ടേ? അപ്പം സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതാണ്? വാട്ട് ഇസ് ദ സ്റ്റാർട്ടിംഗ്? ആർക്കെങ്കിലും ഈ പറഞ്ഞതിനെ പറ്റിയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? Diagram is there. Then I had also given brief explanation. Can you elaborate it more, or can you just say the working? ഞാൻ പറയാം. പറഞ്ഞോ. Good. സാർ, കംപ്രസറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് റെഫ്രിജറന്റ് ചൂടാവും, എന്നിട്ട് റെഫ്രിജറന്റ് കണ്ടൻസറിലേക്ക് പോകും. കണ്ടൻസറിൽ എങ്ങനെ ചൂടാവുന്നല്ല പറയണ്ട, ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ റെഫ്രിജറന്റ് ആയി മാറും. ഓക്കെ. ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ റെഫ്രിജറന്റ് കണ്ടൻസറിലോട്ട് പോകും. കണ്ടൻസറിൽ വെച്ച് ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കും. അതായത് ആംബിയന്റ് എയർ പിന്നെ സറൗണ്ടിങ്സിലെ എയറിലോട്ട് ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യും. അതിനുശേഷം ചൂടുള്ള റെഫ്രിജറന്റ് എക്സ്പാൻഷൻ വാൽവിലോട്ട് പോകുമ്പോൾ അത് കണ്ടൻസ് ചെയ്ത് കോൾഡ് റെഫ്രിജറന്റ് ആവും. കോൾഡ് റെഫ്രിജറന്റ് പിന്നെ എക്സ്പാൻഡ് ചെയ്ത് ലോ ടെമ്പറേച്ചർ ലിക്വിഡ് ആവും. ലോ ടെമ്പറേച്ചർ ലിക്വിഡ് ആൻഡ് ലിക്വിഡ് വേപ്പർ മിക്സർ ആയിട്ട് മാറും. ഓക്കെ, ദെൻ പറഞ്ഞോ. കേൾക്കുന്നില്ല. ഹലോ. ഹലോ, കണക്ഷൻ പോയെന്ന് തോന്നുന്നു. പറഞ്ഞോ.
ഓക്കെ സാർ. ഹലോ സാർ അത് കണക്ഷൻ പോയി. കഴിഞ്ഞിട്ട് ഇവാപ്പറേറ്ററിൽ ആ ഓക്കെ ബൈ. ഇവാപറേറ്റർ ഹലോ ഹലോ സാർ. കണക്ഷൻ പോയോ? ആ ഓക്കെ എനിവേ ഓക്കെ ഓക്കെ ഓക്കെ. ഹലോ. അപ്പം ഇപ്പോൾ കണക്ഷൻസ് അൺസ്റ്റേബിൾ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത് ഫ്രം ദി ഇവാപറേറ്റർ ഈസ് ഗോയിങ് ബാക്ക് ടു ദി കംപ്രസർ. അപ്പൊ യു ക്യാൻ സേ സ്റ്റാർട്ടിംഗ് ബേസിക് കോമ്പണൻസ് ഏതൊക്കെയാ ഉള്ളതെന്ന് പറഞ്ഞേ. ബേസിക് കോമ്പണൻസ് യു ഹാവ് ഇൻ വേപ്പർ കംപ്രഷൻ സിസ്റ്റം യു ഹാവ് ഏതൊക്കെയാ ഉള്ളത്? ഏതൊക്കെയാണുള്ളത് പറഞ്ഞോ. സോ കംപ്രസർ ഉണ്ട്, കണ്ടൻസർ ഉണ്ട്, എക്സ്പാൻഷൻ വാൽവ് ഉണ്ട്, ഇവാപറേറ്റർ ഉണ്ട്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഉള്ളത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിനകത്തുള്ളത്. ഈ വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിനകത്ത് ഉള്ളത്. യു ഹാവ് ദ കംപ്രസർ, യു ഹാവ് ദ കണ്ടൻസർ, യു ഹാവ് ദ എക്സ്പാൻഷൻ വാൽവ് ആൻഡ് യു ഹാവ് ദി ഇവാപറേറ്റർ ഓവർ ദേ. അപ്പം from the compressor, what is happening from the compressor? The hot refrigerant is coming out due to compression. It is at high pressure side, and from there, that high pressure, high temperature refrigerant vapor is sending into the condenser. What is happening in the condenser? It is going to condense to liquid form at high pressure and high temperature, and that is exit of the condenser. That liquid is getting expanded through the expansion valve. It is expanding to a low pressure, low temperature liquid or liquid vapor mixer, and that will remains in the evaporator. And in the evaporator, what is happening? It is going to take heat. That refrigerant at low temperature, cold refrigerant is going to take heat and then gets converted to vapor at low temperature, and it again enters the compressor. That cycle will repeats. അപ്പൊ അതാണ് ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം whether it's a bigger system or a smaller system, these components is the basic component. These components are to be there in all the വേപ്പർ കംപ്രഷൻ സിസ്റ്റം ഓർ എയർ കണ്ടീഷനിങ് സിസ്റ്റം. അപ്പൊ ഈ കോമ്പണൻസ് ആണ് നിങ്ങൾ PG ലാബിൽ പോയി ഡിഫറെന്റ് കോമ്പണൻസ് ആയിട്ടോ അല്ലെങ്കിൽ സിസ്റ്റം ആയിട്ടോ പോയി കണ്ടത്. ഇനിയിപ്പോ ഏത് സെൻട്രൽ എയർ കണ്ടീഷൻ എടുത്താലും വിൻഡോ എയർ കണ്ടീഷനിൽ ചെറിയ വിൻഡോ എയർ കണ്ടീഷൻ എടുത്താലും ഈ കോമ്പണൻസ് എല്ലാം ഉണ്ട്. ബട്ട് ദ കപ്പാസിറ്റി ആൻഡ് ദ സൈസ് ആൻഡ് അഡീഷണൽ കോമ്പണൻസ് വേരീസ്. ഇപ്പം വലിയ സിസ്റ്റം ആകുമ്പോഴത്തേക്ക് യു നീഡ് ടു ഹാവ് സം അഡീഷണൽ കോമ്പണൻസ്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വിൻഡോ AC ആണെങ്കിൽ ഇത്രയും 4 കോമ്പണൻസ് ഉണ്ടെങ്കിലും അത് വർക്ക് ചെയ്യും. അല്ലെങ്കിൽ വേറെ കുറച്ച് മൈനർ കോമ്പണൻസ് ഉണ്ടെങ്കിലും കൂടെ അത് വർക്ക് ചെയ്യും. അപ്പം ദീസ് ആർ ദി 4 കോമ്പണൻസ് വിച്ച് ഇസ് ദെയർ ഇൻ ദി വേപ്പർ കംപ്രഷൻ സിസ്റ്റം. അപ്പൊ ഇതിനകത്ത് തന്നെ കണ്ടീഷൻസ് ഓഫ് ദ റെഫ്രിജറന്റ് പറയുന്നുണ്ട്. അതുകൊണ്ട് സെപ്പറേറ്റ് ഡയഗ്രാം എടുക്കണം എന്നില്ല. കണ്ടീഷൻസ് ഓഫ് ദ റെഫ്രിജറന്റ് മീൻസ് അറ്റ് ദ എക്സിറ്റ് ഓഫ് ദ കംപ്രസർ യു ഹാവ് ദി ഹോട്ട് റെഫ്രിജറന്റ് ആൻഡ് വാട്ട് ആർ ദ 2 പ്രഷേഴ്സ് ഇൻ ദി സിസ്റ്റം? വാട്ട് ആർ ദ 2 പ്രഷേഴ്സ് ഇൻ ദി സിസ്റ്റം? ആർക്കെങ്കിലും പറയാമോ? വാട്ട് ആർ ദ 2 പ്രഷേഴ്സ് ഇൻ ദി സിസ്റ്റം? ആരെങ്കിലും പറഞ്ഞു പെട്ടെന്ന് പറ. കേൾക്കുന്നുണ്ടോ? ഹലോ. കംപ്രസർ പ്രഷറും എക്സ്പാൻഷൻ അതായത് കംപ്രസർ യു ഹാവ് ടു കംപ്രസർ പ്രഷർ എക്സ്പാൻഷൻ വാൽവും 2 സൈഡിൽ. കംപ്രസറിന്റെ ഒരു കംപ്രസർ നമ്മൾ ഹൈ പ്രഷർ സൈഡാണെന്ന് പറയാൻ പറ്റത്തില്ല. അറ്റ് ദി എൻട്രി ഓഫ് ദ കംപ്രസർ ഇറ്റ് ഇസ് ലോ പ്രഷർ സൈഡ്. അറ്റ് ദി എക്സിറ്റ് ഓഫ് ദ കംപ്രസർ ഇറ്റ് ഇസ് ഹൈ പ്രഷർ സൈഡ്. At the entry of the expansion valve, it is high pressure. At the exit of the expansion valve, it is low pressure. We have 2 pressure means first one is higher pressure, which is the condenser pressure, and you have on the low pressure, which is called as the evaporator pressure. Those are the 2 pressures in a vapor compression system: the high pressure side and the low pressure side. Exit of the component, the condenser, and the entry of the expansion valve is at the high pressure side. Exit of the expansion valve, the evaporator, and the entry of the compressor is at the low pressure side. അപ്പൊ ഇത്രയാണ് സാധനങ്ങൾ ഉള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ 150 അതിന് 10 മിനിറ്റേ ഉള്ളൂ. നിങ്ങൾ ഇപ്പൊ തന്നെ ഈ ബ്ലോക്ക് ഡയഗ്രാം ഒന്നിൽ അവരൊരു മൊബൈൽ എടുത്തിട്ടൊന്ന് വരച്ചു നോക്കുക, അല്ലെങ്കിൽ നിങ്ങളെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്ലോക്ക് ഡയഗ്രാം ആയാലും മതി. അപ്പൊ ഇതൊന്ന് വരയ്ക്കുക. നിങ്ങളെ ലാബ് മാനുവലിനകത്ത് തന്നെ മതി. നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ലാബിന്റെ നോട്ട്ബുക്കിനകത്ത് തന്നെ മതി. അതായത് കോമ്പണൻസ്, ബേസിക് കോമ്പണൻസ് ഓഫ് VCS എന്ന് പറഞ്ഞുകൊണ്ട് ഹെഡിങ് കൊടുത്തിട്ട് ഇത് എഴുതിയിട്ട് ഈ ഒരു പടയം വരയ്ക്കുക. എന്നിട്ട് അതുപോലെ തന്നെ കണ്ടീഷൻസ് ഓഫ് റെഫ്രിജറന്റിന്റെ വേറെ ഫിഗർ ഉണ്ട്, അല്ലെങ്കിൽ ഈ ഫിഗർ തന്നെ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. അതിന് കണ്ടീഷൻസ് ഓഫ് റെഫ്രിജറന്റ് വേറൊരു മറ്റേ ഫിഗർ ഉണ്ട്, അത് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പൊ അതും കൂടെ നോക്കി നിങ്ങൾ 2 ബ്ലോക്ക് ഡയഗ്രാം ആയിട്ട് വരച്ചിട്ട് അതിന്റെ ഒരു 2 പാരഗ്രാഫ് എക്സ്പ്ലനേഷൻ ഇപ്പൊ തന്നെ ചെയ്ത് വെച്ചിരുന്നാൽ ആ ജോലി കഴിയും. പിന്നെ എപ്പം നോക്കിയാൽ അത് ക്ലിയർ ആവുകയും ചെയ്യും. അപ്പൊ കണ്ടീഷൻസ് ഓഫ് ദ റെഫ്രിജറന്റ് ഞാൻ ഉദ്ദേശിച്ചത് 1 is shown in red color and another 1 is shown in എന്തൊരു കളറാ? കേൾക്കുന്നില്ല എന്ന് പറയുന്നത്. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അപ്പൊ 1 is red in color and the other one is blue color. Blue color means it is at low temperature and low pressure.
ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ ആണ് റെഡ് കളർ കാണിച്ചിരിക്കുന്നത്. അപ്പം അത് ഒന്ന് വരച്ചു വെച്ചിട്ട് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഒന്ന് എഴുതി വെക്കുക. നമുക്ക് അടുത്ത ആഴ്ച ക്ലാസ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി നമുക്ക് മീറ്റ് ചെയ്യാം. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ആബ്സെന്റീസ് നമ്പർ 3 ഇല്ല സാർ. പറയണ്ടോ? ഒന്നും പറയാനില്ല. 3-ഉം 5 ഒന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴത്തേക്ക് ഇല്ലായിരുന്നല്ലോ. ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴത്തേക്ക് ഇല്ലായിരുന്നല്ലോ. നമ്പർ 3, 5 കണക്ഷൻ കിട്ടിയില്ലായിരുന്നു, ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല. നമ്പർ 3 ആണോ? Yes, Okay. sir. Number 5 is absent, 17 is absent, 20 is absent, 21 is absent. Question ചോദിച്ചപ്പോഴില്ലായിരുന്നല്ലോ. 20, 21, 22 and 38 നേരത്തെ പറഞ്ഞ കാര്യം. 17 ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ എവിടെ പോയിരുന്നു? ഓക്കെ, എനിവേ കുഴപ്പമില്ല, മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾ ബാക്കി സബ്ജക്ട്സ് കാര്യമായിട്ട് പഠിച്ചോ? സീരീസ് പഠിക്കാൻ തുടങ്ങിയാ? സീരീസ് എന്തെങ്കിലും 2 മൊഡ്യൂൾ ആണോ ഉള്ളത്? 2 മൊഡ്യൂൾ. ഫസ്റ്റ് സീരീസിന് 2 മൊഡ്യൂളാണ് ഉള്ളത്. അതെ. എല്ലാ സബ്ജക്ട്സിലും 2 സാർ മൊഡ്യൂൾ. ഏതൊക്കെ മൊഡ്യൂളാണ്? ഫസ്റ്റ് 2 മൊഡ്യൂൾസ് നിങ്ങളെടുത്ത് ഫാക്കൽറ്റി എടുത്ത് ചോദിച്ചാൽ ഫസ്റ്റ് 2 മൊഡ്യൂൾസ് തന്നെ ഉള്ളത്. ഓക്കെ. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ 38ന് ശേഷമുള്ള ആബ്സെന്റീസ് ആരൊക്കെയാണെന്ന് പറയാം. അത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. 38ന് ശേഷമുള്ള വീണ്ടും എന്നെ കൊണ്ട് പറയിച്ചാൽ ഇന്ന് മാത്സിന് കറക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. 38 is there, 41 is there, 42 is there, 59 is there, 66 is there, 50 is there. ഓക്കെ. അപ്പൊ see you soon. Study well in home. Okay. Okay. Thank you. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തു. ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കോൺടാക്ട് മീ. ഓക്കെ സർ, ഷുവർ സർ.